സജീഷിൻ്റെ വീഡിയോ കാണുമ്പോൾ പല നെഗറ്റീവ് കമൻറ്റുകളും അതിനകത്ത് ഞാൻ കണ്ടു. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് നേരിട്ട് പരിചയപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക. അതിനുശേഷം അയാളെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നതായിരിക്കും ശരി. ആൾ ജെനുവിനാണോ ജെനുവിൻ അല്ലയോ എന്ന് നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടാലേ അറിയാൻ പറ്റും. ഒരാളുടെ വീഡിയോ ജസ്റ്റ് കാണുന്നതുകൊണ്ടോ അയാളുടെ സംസാരം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതുകൊണ്ടോ ഒരാളെ നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാൻ സാധിക്കില്ല. നിങ്ങളൊരു അരമണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അദ്ദേഹത്തിനും സമയമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ അദ്ദേഹത്തോടൊപ്പം ഒരു അരമണിക്കൂർ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. കാരണം നമ്മളൊരു ആളെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. പല കമൻറ്റുകളും, ഒരുപാട് കമൻറ്റുകൾ ഇതിനകത്ത് കണ്ടു. സജീഷിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും തിരക്കിയിരുന്നു, ആരാണ് ഈ സന്ധ്യ ടീച്ചർ? ആ സന്ധ്യ ടീച്ചർ ഞാനാണ്. വൈറ്റില ടോക്കി സ്കൂളിലെ മലയാളം ടീച്ചറാണ്. എനിക്ക് സജീഷിൻ്റെ വീഡിയോകൾ കുറേ നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. യോഗയായിട്ട്, ഫാഷനിങ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ കാണുന്നത്, ആ ട്രിപ്സൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ലൈവിലാണ് സജീഷിനൊരു മെസ്സേജ് അയക്കുന്നു. ഞാൻ ഒരു ടീച്ചറാണ്, എനിക്ക് ഇത്ര ഏജായി, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിനെന്താ തീർച്ചയായിട്ടും പറ്റും എന്നാണ് അതിന് മറുപടി തന്നത്. അതിനുശേഷം ഞാൻ നമ്പർ എടുത്ത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ് നമ്പർ എടുത്ത് സജീഷിന് മെസ്സേജ് അയച്ചു. സജീഷ് തീർച്ചയായിട്ടും വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ എനിക്കപ്പോഴും ഭയമാണ്. ഞാൻ വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ എന്നോ ലൈസൻസ് കിട്ടിയതാണ്. പിന്നെ എന്നോ ഒരു 5-6 വർഷം മുമ്പ് ഒരു ഒറ്റ പ്രാവശ്യമാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. പിന്നെ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വളരെ ഭയമായിരുന്നു എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു കോംപ്ലക്സ് കൊണ്ട് തന്നെ ഞാൻ സജീഷിനെ പിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. വീണ്ടും 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ആഗ്രഹം ഉള്ളിൽ കിടക്കുകയാണ്. സ്കൂളിലൊന്ന് വണ്ടി ഓടിച്ച് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സജീഷിനെ വീണ്ടും മെസ്സേജ് അയക്കുന്നു. അപ്പോൾ സജീഷ് ഡേറ്റ് തരുന്നു. ഞാൻ തന്ന് 3 പ്രാവശ്യം ഞാൻ എൻ്റെ ഭയം കൊണ്ട് ആ ഡേറ്റ് മാറ്റി വെച്ചു. സാറിന് 2 കൽപ്പിച്ച് കഴിഞ്ഞ ദിവസം സജീഷിന് മെസ്സേജ് അയച്ചു. സജീഷ് എനിക്ക് ഡേറ്റ് തന്നു. ആ ഒരു അരമണിക്കൂർ സജീഷുമായിട്ട് സംസാരിച്ച് വണ്ടിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ തന്നെ എൻ്റെ ഭയം അങ്ങ് മാറി. റോഡിലിറങ്ങാനുള്ള ഭയം, ആ ഒരു കാൽക്കുലേഷൻ, ഇതുവരെ എനിക്ക് ആ റോഡ് കാൽക്കുലേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. ആ റോഡ് കാൽക്കുലേഷനൊക്കെ കിട്ടി. അങ്ങനെ ഇന്ന് ഫുള്ള് ഞങ്ങൾ വണ്ടി ഓടിച്ച് എൻ്റെ സ്കൂൾ വഴി പോയി, അതുവഴി അരൂർ വരെ പോയി, തിരിച്ച് ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് ഓടിച്ച് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി, നോർത്തിൽ നിന്ന് സൗത്തിലെത്തി, അവിടെ നിന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് മരട് വഴി തിരിച്ചു വന്ന് വീണ്ടും വയറ്റിലെത്തി, എൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ എനിക്ക് പേടിയില്ല. ഇനി ഞങ്ങൾ സജീഷിനെ പൂക്കാട്ടുപടി കൊണ്ടുവിടാനായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ. കുറേ ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഈ പിന്നെ ടീച്ചർ ആരാണ്. അതുകൊണ്ടാണ് ടീച്ചർ തന്നെ പറഞ്ഞത്. എപ്പോഴും ഞാനാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം മലയാളം ടീച്ചറാണ്, നല്ല വൃത്തിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും കാര്യങ്ങൾ എന്താണെന്ന്. കുറേ ആളുകൾക്ക് കമന്റ് ഇടുന്നുണ്ട്, ആരാണ് ഈ സന്ധ്യ ടീച്ചറിന്. അപ്പോൾ ഞാനും ടീച്ചറും ഒന്നിച്ചുള്ള കുറേ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇനിയും കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഹോട്ടലൊക്കെ സെർച്ച് ചെയ്ത് പോയിരുന്നു. അപ്പം ടീച്ചർക്കും താല്പര്യമുണ്ട് ഡിഫറെൻറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ഹോട്ടലൊക്കെ നോക്കി പോയതാണ്. അപ്പോൾ അത്തരം ഹോട്ടൽസിൻ്റെ വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് വഴിയെ പ്രതീക്ഷിക്കാം. പിന്നെ സന്ധ്യ ടീച്ചർ എന്ന് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആരാണ് സന്ധ്യ ടീച്ചറിന് എന്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ടീച്ചർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ആരാണ് സന്ധ്യ ടീച്ചറിന്. അപ്പം ചോദിച്ച ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും ടീച്ചർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ടീച്ചർ പറഞ്ഞു തന്നത്. ഇനിയിപ്പം ഇങ്ങനെയുള്ള ക്ലാസ് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ടീച്ചർ കുറേ നാളായിട്ട് പിന്നെ ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 days പ്രീ ബുക്കിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ 9400600735. ഇതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടി വരും ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത്രയും ബിസിയാണ്, ഇപ്പോൾ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും പേടിയുള്ള ഞാൻ പോലും ഒറ്റ ദിവസം കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയെങ്കിൽ അല്പം ധൈര്യമുള്ളവർക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കാം എന്നുള്ളത് ഞാനും കൂടെ ഗ്യാരണ്ടി തരുന്നതാണ്. ഇപ്പോൾ ടീച്ചറുടെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു 3 മണിക്കൂർ മതി, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ മതി എന്ന് പറയാറുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കൂടെ ഇരിക്കും, അതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഫുൾ ഡേ തന്നെ ആവശ്യമില്ല ശരിക്കും കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കൂടെ വേണമെങ്കിൽ ഒരാഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, അത് ഡിഫറെൻ്റ് ആയ കാര്യമാണ്. അത്രയും സമയം നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തം പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കാര്യം. ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഫീഡ്ബാക്സ് തന്നവരുടെ വീഡിയോസാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ടീച്ചറെ പോലെ വില്ലിങ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വില്ലിങ് ആയവരുടെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തും. എന്തായാലും ഇതുപോലുള്ള കൂടുതൽ ബ്ലോഗ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.